റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെ തുടർന്ന് ഇന്ത്യക്കെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന 25% അധിക ഇറക്കുമതി തീരുവ പിൻവലിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന സൂചന അമേരിക്ക നൽകിയിട്ടുണ്ട്. ദാവോസിൽ നടന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഇക്കാര്യം വ്യക്തമാക്കിയത്. റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയിരുന്ന ഈ അധിക തീരുവ മൂലം ഇന്ത്യൻ എണ്ണ ശുദ്ധീകരണ കമ്പനികൾ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറച്ചതായും ഇത് അമേരിക്കയുടെ നയങ്ങളുടെ ഫലപ്രാപ്തി തെളിയിക്കുന്നതാണെന്നും ബെസന്റ് അഭിപ്രായപ്പെട്ടു. നിലവിൽ ഈ തീരുവ പ്രാബല്യത്തിൽ തുടരുന്നുണ്ടെങ്കിലും സാഹചര്യങ്ങൾ അനുകൂലമായാൽ അത് പൂർണ്ണമായും ഒഴിവാക്കാനുള്ള സാധ്യത ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുമായി വൻ വ്യാപാര കരാറുകൾ ലക്ഷ്യമിടുന്ന സാഹചര്യത്തിലാണ് ഈ പരിഗണനയെന്നും ബെസന്റ് വ്യക്തമാക്കി. ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള നികുതി നടപടികളിൽ നിന്നും യുഎസിന്റെ പ്രധാന സഖ്യകക്ഷികളായ യൂറോപ്യൻ രാജ്യങ്ങൾ പിന്മാറിയതായും അദ്ദേഹം വെളിപ്പെടുത്തി. ഇന്ത്യയുമായുള്ള ദീർഘകാല സാമ്പത്തിക ബന്ധങ്ങൾക്ക് ക്ഷതം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഈ നിലപാട് സ്വീകരിച്ചതെന്നും ബെസന്റ് പറയുന്നു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെ ചൂണ്ടിക്കാട്ടി 2025 ഓഗസ്റ്റിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ 50% ഉയർത്തിയിരുന്നു. ദാവോസിൽ നൽകിയ മറ്റൊരു അഭിമുഖത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ അടുത്ത സുഹൃത്താണെന്നും അത്യുത്തമനായ വ്യക്തിയാണെന്നും ട്രംപ് വിശേഷിപ്പിച്ചിരുന്നു. തീരുവ സംബന്ധിച്ച തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യയും അമേരിക്കയും ഒടുവിലൊരു വ്യാപാര കരാറിൽ എത്തുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അമേരിക്കയുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറച്ചുവെന്ന അവകാശവാദവും ട്രംപ് മുൻപ് ഉന്നയിച്ചിരുന്നു. പ്രധാനമന്ത്രി മോദി തന്നെ സന്തോഷിപ്പിക്കാനായാണ് ഈ നടപടി സ്വീകരിച്ചതെന്നായിരുന്നു ട്രംപിന്റെ പരസ്യ പ്രതികരണം. റഷ്യൻ എണ്ണ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാടിനൊപ്പം ഇന്ത്യ നിൽക്കാതിരുന്നാൽ കടുത്ത വ്യാപാര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പും നൽകിയിരുന്നു. എന്നാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കുമെന്ന് ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി യാതൊരു ഉറപ്പും നൽകിയിട്ടില്ല. ദേശീയ താൽപര്യങ്ങളും രാജ്യത്തിനകത്തെ വിലക്കയറ്റം നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയും മുൻനിർത്തിയാണ് ഊർജ്ജ മേഖലയിലെ തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ 25% ഇറക്കുമതി തീരുവയാണ് ഏർപ്പെടുത്തിയിരുന്നത്. പിന്നീട് റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയെ ചൂണ്ടിക്കാട്ടി അതിനുമേൽ കൂടി 25% തീരുവ ചുമത്തുകയായിരുന്നു. ഇതോടെ ആകെ താരിഫ് 50% ഉയർന്നു. എന്നാൽ ഈ തീരുവ വർധനവിനിടയിലും ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതി തുടർന്നുകൊണ്ടേയിരുന്നു. തുടർന്ന് റോസ്നെഫ്റ്റ്, ലൂക്കോയിൽ എന്നീ 2 പ്രധാന റഷ്യൻ എണ്ണ കമ്പനികൾക്ക് US വിലക്കേർപ്പെടുത്തിയതോടെയാണ് ഇന്ത്യയുടെ റഷ്യൻ ഓയിൽ ഇറക്കുമതിയിൽ അടുത്ത കാലത്ത് കുറവ് രേഖപ്പെടുത്തിയത്. റഷ്യൻ ഇന്ധനം വാങ്ങിയതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ 25% അധിക തീരുവ ഏർപ്പെടുത്തി. ഇപ്പോൾ ഇന്ത്യൻ എണ്ണ കമ്പനികളുടെ റഷ്യൻ ക്രൂഡ് വാങ്ങലിൽ ഇടിവ് കാണുന്നുണ്ട്. ഇത് ഞങ്ങളുടെ നയങ്ങളുടെ വിജയം തന്നെയാണ് എന്നായിരുന്നു ബെസന്റിന്റെ പ്രതികരണം. ഇന്ത്യക്കെതിരെ നിലവിൽ ബാധകമായ US താരിഫുകൾ ഒഴിവാക്കാൻ വഴിയുണ്ടെന്ന് താൻ മനസ്സിലാക്കുന്നതായും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. ഇതിനിടെ ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കുകയും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ മികച്ച പുരോഗതിയിലാണെന്നും ഉടൻ ഒരു കരാറിലെത്തുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.